ആ, നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഒരു തമാശയായിട്ട് കരുതിയാൽ മതി. ഇവര് ടാക്സി എടുത്തോട്ടെ. ശരി സാർ. എന്താ ഇത്? സാർ ചോദിച്ചില്ലേ കോളേജിൽ കുത്തു നടന്നിട്ടും യുവമാരൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന്? സാക്ഷികളില്ലെങ്കിൽ പോലും എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. ഒരു കൂട്ടത്തല്ലിനിടയിൽ ഒരുവൻ കൊല്ലപ്പെട്ടാൽ ആരാണ് കുത്തിയതെന്ന് തെളിവുണ്ടാവില്ല. അതുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പ്രയാസമാണ്, പ്രത്യേകിച്ചും ശരിയായി സാക്ഷിയില്ലാത്ത സ്ഥിതിക്ക്. പ്ലാന്റ് മർഡറിന് ശിക്ഷ എന്താണെന്നറിയാമോ? തൂക്കിക്കൊല്ലുക. ഈ നാട്ടിലെ 90% കൂട്ടത്തല്ലുകളും കൊലകളും പ്ലാന്റ് ആണ്. അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു. എന്നിട്ട് ഉമാരൊക്കെ പിടിച്ച് അകത്തിട്ട് വല്ലതും ചെയ്യാന്ന് കരുതിയാ ഇപ്പൊ കണ്ടില്ലേ, മോളിൽ നിന്നൊരു ഫോൺ വരും വിട്ടേരെന്ന്. കാരണം എനിക്കറിയാം, രാഷ്ട്രീയക്കാരുടെ ചട്ടങ്ങളാണല്ലോ ഈ നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളെക്കുറിച്ച് ഭയമുള്ളവരാണ്. നാളത്തെ ഈ നാടിന്റെ സ്ഥിതിയെക്കുറിച്ചല്ല, നാളത്തെ അവരുടെ ഭരണ കസേരയെക്കുറിച്ച്. നാളത്തെ അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് വിദ്യാലയങ്ങൾക്കുള്ളിൽ യൂത്ത് വിങ്ങൾ എന്ന പേരിൽ രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ അവർ വിതയ്ക്കുന്നത്. യുവത്വത്തിന് ഒരു എടുത്തിയാട്ടമുണ്ടല്ലോ, അതിനെ ചൂഷണം ചെയ്യുകയാണ് ഈ പന്ന റാസ്കലുകൾ. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുക, എന്നിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഈ കുട്ടി നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്നത് എന്തെന്നറിയാമോ? തമ്മിൽ തല്ലുക, വെട്ടുക, കുത്തുക, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക. They are not creating or constructing. They are destructing. ഇതിന്റെ ലാഭം തെരുവ് ഗുണ്ടകൾക്കും കോളേജ് ഗുണ്ടകൾക്കും നേതാക്കന്മാർക്കും പാർട്ടിക്കും. നഷ്ടം സാധാരണക്കാരായ പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികൾക്ക്. നേതാക്കന്മാരും കോളേജ് ഗുണ്ടകളും മാസ് കോപ്പിംഗ് നടത്തിയും മാർക്ക് ലിസ്റ്റ് തിരുത്തിയും ക്ലാസ്സോടെ ജയിക്കും. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഭാവിയിലെ നേതാക്കന്മാരും ഒക്കെ ആയിത്തീരും. ഫോറിൻ കാറുകളിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോൾ പണ്ട് ഇവന്മാരോടൊപ്പം ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച ബസിന്റെ ചില്ലുകൾ ഇവന്മാരോടൊപ്പം ആവേശത്തോടെ എറിഞ്ഞു തകർത്ത ആത്മസുഹൃത്തുക്കളായിരുന്ന സാധാരണക്കാർ അവശത കൊണ്ട് കടിവാളിച്ച മുഖവുമായി തെരുവിൽ നിൽക്കുന്നത് ആരും കാണില്ല. ഇതിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം മിസ്റ്റർ? എന്ത് പോക്കത്രം കാണിച്ച് ആര് അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും. അത് തേച്ചു മാറ്റിയാലും ഓരോ പാർട്ടിക്കാർ വരും, മിനിസ്റ്റർമാരുടെ പ്രൈവറ്റ് സെക്രട്ടറികളും. ഇവരുടെയൊക്കെ ചെരുപ്പ് നടക്കുന്ന പട്ടികളുടെ ഈ നാട്ടിലെ ചില പത്രക്കാരെ അവരെല്ലാം പോലീസിന്റെ കഴിവില്ലായ്മ കൊണ്ടും അനാസ്ഥ കൊണ്ടാണ് കേസ് കഴിഞ്ഞത്. പിന്നെ ഇവിടുത്തെ പോലീസുകാരൻ ഈ നാട്ടിൽ എന്ത് ചിരക്കാനാ? സോറി, ഞാനൊരല്പം ഇമോഷണൽ ആയിപ്പോയി. കാക്കിയിട്ട ഇമോഷൻസ് സെന്റിമെന്റ്സ് ഒന്നും പാടില്ലെന്ന. പോലീസുകാരെന്നൊരു പേരേ ഉള്ളൂ, ശരിയായിട്ടുള്ള കള്ളന്മാര് ഞങ്ങളാ, ജീവിക്കാൻ വേണ്ടിയാ. സാർ ഇതിലെടുപ്പട്ടെ. വരൂ സാർ. Give me back my pistol. I'm sorry. എന്റെ തോക്ക് എനിക്ക് തിരിച്ചു തരണം. എനിക്കതിനുള്ള അധികാരമില്ല.